ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിൽ +2 കഴിഞ്ഞിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ +1 മുതൽ തന്നെ അതിന്റെ പ്രിപ്പറേഷൻസ് തുടങ്ങിയിരിക്കണം. ഫുൾ സ്കോളർഷിപ്പോട് കൂടിയിട്ട് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ പറ്റുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ പ്രിപ്പറേഷനിൽ 5 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, SAT എക്സാമിന് അപ്പിയർ ചെയ്തിരിക്കണം. നീറ്റ് JEE പോലെ അത്രക്ക് ടഫ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഓറിയന്റേഷൻ ഡിഫറെന്റ് ആണ്. മറ്റൊരു അഡ്വാൻറ്റേജ്, ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിൽ മാത്രമല്ല, ഇന്ത്യയിലെ മോർ ദാൻ 50 യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ SAT സ്കോർ പരിഗണിക്കുന്നുണ്ട്. നമ്പർ 2, റൈറ്റിംഗ് കപ്പാസിറ്റി പ്രൂവ് ചെയ്യുക. അതൊന്നെങ്കിൽ ഒരു റിസർച്ച് ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടാവാം, അതല്ലെങ്കിൽ ഇന്റർനാഷണൽ എസ്സേ റൈറ്റിംഗ് കോമ്പറ്റീഷൻസ് ഉണ്ടാവും, അതിൽ പങ്കെടുത്തിട്ടാവാം. പക്ഷെ ഓൾവേസ് ഒരു മെന്റർഷിപ്പോട് കൂടിയിട്ട് തന്നെ ചെയ്യുക. നമ്പർ 3, ഇപ്പോൾ ഹൈസ്കൂൾ കുട്ടികൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇന്റേൺഷിപ്പുകൾ. ആദ്യമൊക്കെ ഡിഗ്രി PG തലത്തിലാണ് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരു ഇന്റേൺഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒരു സ്ട്രെങ്ത് ആയിരിക്കും. നമ്പർ 4, ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടാവുക. അത് സ്റ്റാർട്ടപ്പ് ആവാം, അതല്ലെങ്കിൽ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റോ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റോ പ്രൂവ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ആവാം. ഇത് സ്കൂൾ സമയത്ത് തന്നെ നമുക്ക് കാണിക്കാൻ പറ്റുക നമ്മൾ സ്റ്റഡീസിൽ അത്രയും സീരിയസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഫൈനലി നമുക്ക് നല്ലൊരു പ്രൊഫൈൽ ബിൽഡിംഗ് ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. +1 +2 കാലഘട്ടം നമ്മൾ റെസ്യൂംസ് റെഡിയാക്കുക, അതുപോലെ പ്രൊഫൈലിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും, ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചും ശ്രദ്ധിക്കുക.